മരണത്തിൻ്റെ നോട്ടീസ് കിട്ടിയാൽ 90-ാം സങ്കീർത്തനം 1 മുതൽ 17 വരെ. ചിന്തയ്ക്കായിട്ട് 3-ാം വാക്യം. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. ഒഴിവുള്ള സമയങ്ങളിൽ ഹോട്ടലിൽ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് പഠിക്കുന്നവരായിരുന്നു വിൽമയും മക്കാർത്തിയും. അവർ പ്രേമബദ്ധരായി വിവാഹിതരായി. തകർന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ബോബ് മക്കാർത്തി. വൈദ്യശാസ്ത്ര ബിരുദം നേടിയ 28-കാരനായിരുന്നു അയാൾ. വിൽമ ഒരു അധ്യാപികയായി മാറി. സമുന്നതനായൊരു ഡോക്ടറായി മക്കാർത്തി ഉയരുമ്പോൾ സന്തുഷ്ടമായൊരു കുടുംബജീവിതം നയിക്കാമെന്ന് വിൽമ സ്വപ്നം കണ്ടു. സ്നേഹവും ജീവിതഭാരവും പങ്കിടുന്നതിനു വേണ്ടി ഒരു ജീവിത സഖിയെ കണ്ടെത്തിയതിൽ മക്കാർത്തി സന്തോഷിച്ചു. ആ ദമ്പതിമാർക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. നല്ല അഴകും ആരോഗ്യവുമുള്ള ചെറുപ്പക്കാരനായ മക്കാർത്തി ഡോക്ടർ എന്ന നിലയിൽ പേരും പ്രശസ്തിയും ആർജിക്കുവാൻ തുടങ്ങി. 1958 ക്രിസ്മസ് വരെ വളരെ ആഹ്ലാദകരമായ അവർ ആഘോഷിച്ചു. അന്ന് മക്കാർത്തി ഏറ്റവും ക്ഷീണിതനായി കാണപ്പെട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്മസ് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് വെച്ച് ഇതുവരെ പറയാതിരുന്നത്, മക്കാർത്തി വിൽമയോട് പറഞ്ഞു. എന്താണ്? ഉത്കണ്ഠയോടുകൂടി വിൽമ ചോദിച്ചു. മക്കാർത്തി തുടർന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം എൻ്റെ രക്തം പരിശോധിച്ചു. എനിക്ക് ലുക്കീമിയ, അതായത് രക്താർബുദം ആണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു വെള്ളിടി വെട്ടിയ പോലെയാണ് വിൽമ ആ രോഗവിവരം കേട്ടത്. അവൾ ചകിതയായി തീർന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സമചിത്തത വെടിയാതെ ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നാണെന്ന് മക്കാർത്തി അവളെ പഠിപ്പിച്ചു. ഇത് അങ്ങയുടെ മരണത്തിനുള്ള നോട്ടീസല്ലേ? അതെ, പക്ഷേ ഉടനെ ആവണമെന്നില്ല. ഒരുപക്ഷെ 2-4 വർഷം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അസ്ഥിക്കുള്ളിലെ മജ്ജയിലുള്ള ശ്വേതാണുക്കൾ അരുണാണുക്കളെ കീഴടക്കി ഇല്ലാതാക്കുന്നതാണല്ലോ ലുക്കീമിയ. അരുണാണുക്കൾ നിശേഷം ഇല്ലാതാകുമ്പോൾ രോഗി മരിക്കുന്നു. എന്നാൽ ചുവന്ന അണുക്കളെ കയ്യേറുന്ന ശ്വേതാണുക്കളെ ഔഷധം കൊണ്ട് കുറേയെല്ലാം നശിപ്പിക്കുവാൻ കഴിയും. ഔഷധം പരാജയപ്പെടുമ്പോൾ ശുദ്ധരക്തം ശരീരത്തിൽ കയറ്റിയും രോഗികളെ കുറേ നാളത്തേക്ക് രക്ഷപ്പെടുത്താറുണ്ട്. എന്നാൽ അവസാനം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സിദ്ധികളെല്ലാം ആ ശ്വേതാണുക്കൾ മറികടക്കും. അപ്പോൾ രോഗി മരിക്കും. മക്കാർത്തിയുടെ ഈ വിശദീകരണം വിൽമയുടെ വിമ്മിട്ടം തെല്ല് കുറച്ചു. മക്കാർത്തിക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അലംഘ്യമായ മരണത്തെ തടഞ്ഞു നിർത്താൻ എനിക്ക് ഒരവകാശവുമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം. എനിക്ക് മരിക്കുവാൻ മനസ്സിലായിരിക്കാം, പക്ഷേ അന്തസ്സോടെ ഞാൻ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ചില ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു. ലോകത്തിൽ എത്ര കാലം ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നുവോ അത്രയും കാലം നമുക്ക് നിറവേറ്റാനുള്ള കർത്തവ്യങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ആത്മാർത്ഥതയോടെ നിർവഹിക്കുക എന്നത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ, മക്കാർത്തി വിൽമയോട് പറഞ്ഞു. തൻ്റെ വേദനയെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഓർത്ത് വ്യാകുലപ്പെടാതെ ദൈവത്തെ ചോദ്യം ചെയ്യാനോ മക്കാർത്തിക്ക് സമയമില്ലായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം ആ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് അദ്ദേഹം ക്രമപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അനേക പാവപ്പെട്ടവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തളരാതെ അവശേഷിച്ച ദിവസങ്ങൾ അത്രയും ജീവിച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ ജോലി അദ്ദേഹം ചെയ്തു. 18 മാസം തികയുന്നതിന് മുമ്പ് മക്കാർത്തി തൻ്റെ പ്രിയപ്പെട്ട പത്നിയോടും കുഞ്ഞുങ്ങളോടും ലോകത്തോട് തന്നെയും വിടവാങ്ങി. ഇതുപോലെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം പൂണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റി കൃത്യരാകുവാൻ നമുക്ക് കഴിയുമോ? ഇന്ന് നമുക്ക് മരണത്തിനുള്ള നോട്ടീസ് കിട്ടിയാൽ നാം എന്തു ചെയ്യും? ഓർക്കണമേ, ജീവിതം വിതയ്ക്കാനുള്ള സമയമാണ്. വിളവെടുപ്പ് ഇവിടെയില്ല.
സഭാപ്രസംഗി 12:7. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.